ഹലോ ഗൈസ്, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ മാളൂസ് ആൻഡ് കുഞ്ഞൂസ് വ്ളോഗ്സ്. അപ്പം നമ്മൾ ഇന്ന് വിഷുവിൻ്റെ തലേദിവസമായിട്ട് നമ്മൾ പർച്ചേസിങ്ങിനൊക്കെ ഇറങ്ങിയതാണ്. ഫസ്റ്റ് നമ്മൾ തൃപ്പൂണിത്തുറയിലേക്കാട്ടോ നമ്മൾ വന്നിരിക്കുന്നത്. നമ്മൾ പൂ വാങ്ങിക്കാൻ വേണ്ടിയാണ് വന്നിരിക്കുന്നത്. ഇപ്പോൾ പൂക്കടയുടെ സൈഡിലേക്കാണ് നമ്മളിപ്പോൾ വണ്ടി ഒതുക്കുന്നത് ഗൈസ്. അപ്പോൾ നമുക്ക് കൃഷ്ണന് ചാർത്തണ്ടേ, അതിന് വേണ്ടി നമ്മൾ പൂ ഒരുപാട് പർച്ചേസ് ചെയ്യാൻ വിലയൊക്കെ ചോദിച്ചു. ഭയങ്കര വിലയായിരുന്നു, വിലയായിരുന്നു ഗൈസ്. അപ്പോൾ നമ്മൾ അങ്ങനെ വാങ്ങിച്ച് പിന്നെ നമ്മൾ പടക്കക്കടയിലേക്കാണ് പോയത്. പടക്കക്കടയിൽ പടക്കം കണ്ടു കഴിഞ്ഞിട്ട് ചേട്ടന് തന്നെ തല ഇറങ്ങി. ഇത് ഹോൾസെയിലായിട്ട് വിൽക്കുന്ന കടയായിരുന്നു. പക്ഷേ ഇത് നമ്മൾ എത്ര വാങ്ങിക്കണമെന്ന് നമുക്കിത് കണ്ടിട്ട് അറിയില്ലായിരുന്നു. അപ്പോൾ മാളുവാണെങ്കിൽ ഒത്തിരി വാങ്ങിക്കണം അമ്മയെന്നും പറഞ്ഞാണ് പറഞ്ഞു വിട്ടത്. അപ്പോൾ ചേട്ടൻ അങ്ങനെ കുറച്ചൊക്കെ ഐറ്റം പർച്ചേസ് ചെയ്തു ഇവിടുന്ന്. അപ്പോൾ ഇന്ന് നമ്മുടെ വീട്ടിൽ വേറൊരു കൂട്ടർ വരുന്നുണ്ട് ഗൈസ്. അവരും കൂടെ വരുന്നതുകൊണ്ട് നമുക്ക് ഒത്തിരി പടക്കം വേണമായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ അവർ വിളിച്ച് പറഞ്ഞു കുറച്ച് ടൈം കഴിഞ്ഞിട്ടേ വരുള്ളൂ. അങ്ങനെ പിന്നെ ഞങ്ങളങ്ങനെ ഫുഡ് കഴിക്കാമെന്ന് വെച്ച് കയറി. വിശന്നിട്ട് കണ്ണ് കണ്ടായിരുന്നില്ല ഗൈസ്. അപ്പോൾ നമ്മൾ മസാല ദോശ കഴിക്കാൻ വേണ്ടിയാണ് കയറിയിരിക്കുന്നത്. അപ്പോൾ അന്നപൂർണ ഹോട്ടലിലാണ് കയറിയത് തൃപ്പൂണിത്തുറയിൽ. ഹായ് ഗൈസ്, ഞങ്ങളങ്ങനെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുവാണ്. പിന്നീട് നമ്മൾ എല്ലാം കൊണ്ടും വീട്ടിലെത്തി. കുറേ സാധനങ്ങൾ പർച്ചേസ് ചെയ്തു. അതിൽ നല്ല ഭംഗിയുള്ള ഉരുളി, കിണ്ടി, ഇങ്ങനെ കണി വയ്ക്കുന്ന ഉരുളി, വാൽക്കണ്ണാടി, വിളക്ക്, അങ്ങനെ എല്ലാം നമ്മൾ പുതിയതായിരുന്നു ഇത്തവണ വാങ്ങിച്ചത്. നമ്മുടെ എല്ലാം ഒടിഞ്ഞിരിക്കുന്നതുമൊക്കെ ആയിരുന്നു. എല്ലാം മാറ്റി വാങ്ങിച്ചു തൃപ്പൂണിത്തുറ കൊണ്ടുവന്നു. പക്ഷേ അതിനും ഭയങ്കര വിലയായിരുന്നു കേട്ടോ ഗൈസ്. പിന്നെ അവിടെ കുറച്ച് കണിക്കൊന്നയൊക്കെ വച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു കുട്ടികൾ. അവർ 50 രൂപയ്ക്കൊന്നും എടുക്കുക ചേച്ചി എന്ന് പറഞ്ഞ് ഞാനത് അവരുടെ നിന്ന് വാങ്ങിച്ചു. നമുക്ക് ഓൾറെഡി വീടിൻ്റെ അടുത്തുനിന്ന് കിട്ടിയിരുന്നു ഗൈസ്. അത് എല്ലാം നമ്മൾ ഇപ്പോൾ ഒത്തിരി തന്നെ ആയി കണിക്കൊന്ന. അങ്ങനെ നമ്മൾ വിഷുക്കണി ഒരുക്കാൻ തുടങ്ങുവാണ്. ഫസ്റ്റ് നമ്മളിതാ കണ്ടില്ലേ, അരി ഇട്ടിട്ട് നമ്മൾ പൂ കയ്യിലുള്ളതൊക്കെ അതിലേക്ക് കുറച്ച് ഇട്ടും. ഇട്ട ശേഷം നമ്മൾ ഭഗവാനെയൊക്കെ എടുത്തു വെച്ച് ഭഗവാനൊക്കെ മാല ചാർത്തിയിട്ട് കണി പതുക്കെ ഒരുക്കുന്ന സെറ്റപ്പാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളുടെ പൂജാമുറിയുടെ ഫ്രണ്ടിലാണ് കണി വയ്ക്കുന്നത്. ഇപ്രാവശ്യം നിലത്ത് വയ്ക്കാനുണ്ടാകുന്ന അമ്മ പറഞ്ഞുകൊണ്ട് പൂജാമുറിയുടെ അവിടെ ഒരു കസേര ഇട്ടിട്ട് അതിലാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എനിക്കിങ്ങനെയൊക്കെ ചെയ്യാൻ ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ ഗൈസ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് കുഞ്ഞിലേ തുടങ്ങി ഇത് ചെയ്യുന്ന വലിയ ഇഷ്ടമാണ്. അപ്പോൾ തുടങ്ങി ഞാൻ ചെയ്ത് ശീലിച്ചേക്കണോണ്ട് എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ വാൽക്കണ്ണാടി നമുക്കില്ലാത്തതുകൊണ്ട് ഭയങ്കര വിഷമമായിരുന്നു കഴിഞ്ഞ പ്രാവശ്യമൊക്കെ. അതുകൊണ്ട് വാൽക്കണ്ണാടി വാങ്ങിച്ചപ്പോൾ ഞങ്ങൾക്ക് നല്ല സന്തോഷമായി. ഇപ്പോൾ ഒരുമാതിരി ഞാൻ സെറ്റ് ചെയ്ത് കഴിഞ്ഞു. വിഷുക്കണി ഫുള്ളാകുമ്പോഴേക്കും നല്ല ഭംഗിയുണ്ടാവും. കണ്ടില്ലേ, ഭഗവാനെയൊക്കെ നമ്മൾ തലയിലൊക്കെ ഒത്തിരി പൂവൊക്കെ എടുത്ത് വെച്ച് സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാവുന്ന പോലെയൊക്കെ നമ്മൾ ചെയ്തു. ഇനി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. നിങ്ങൾ എങ്ങനെയൊക്കെയാണ് കണി വയ്ക്കുന്നത്, ഇതിനെന്തെങ്കിലും പോരായ്മകളുണ്ടോ എല്ലാം നിങ്ങൾ കമൻറ്റ് ചെയ്യണേ. അങ്ങനെ നമ്മൾ പിറ്റേ ദിവസം കാലത്ത് തിരിയൊക്കെ കത്തിച്ചു, കണിയൊക്കെ വച്ചു, വിഷു കൈനീട്ടമൊക്കെ കൈമാറി, കുട്ടികളെയൊക്കെ കുത്തിപ്പൊക്കി ഞങ്ങൾ അമ്പലത്തിൽ പോവുകയാണ് ഗൈസ്. എല്ലാവരും ഉണ്ട് കേട്ടോ. അമ്മ നേരത്തെ തന്നെ പോയി. അങ്ങനെ അമ്മയും ഞാനൊരു ചെറിയൊരു പിക്ക് എടുത്തു. അതിൻ്റെ ഇടയിൽ കുട്ടികളും ചേട്ടനും ഒക്കെ ഉണ്ടേ. അപ്പോൾ ഞാൻ സെറ്റ് സാരിയാണ് കൊടുത്തത്. സെറ്റ് സാരി പോട്ടെ, സെറ്റ് മുണ്ടുമാണ് ഗൈസ് കൊടുത്തത്. എങ്ങനെയുണ്ട് ഞങ്ങളുടെ കോസ്റ്റ്യൂംസ്? എല്ലാവരും ഒന്ന് കമൻറ്റ് ഇടണേ. പിന്നെ ഞങ്ങൾക്ക് കുറച്ച് കണിക്കൊന്നയുടെ ഒരു ഇതൊക്കെ വെച്ച് കുറച്ച് ഫോട്ടോഷൂട്ട് ഒക്കെ നടത്തി. അപ്പോൾ കുറച്ച് ഫോട്ടോസൊക്കെ കണ്ടിട്ട് നമുക്ക് വരാം. എങ്ങനെയുണ്ട് എൻ്റെ സെറ്റ് സാരി ഉടുത്തേക്കുന്ന കാണാൻ? നല്ലതാണോ ഗൈസ്? എൻ്റെ കുട്ടി പെണ്ണ് അവിടെ ഇരുന്നൊരു ഫോട്ടോ എടുക്കണമെന്നും പറഞ്ഞാൽ അത് ഫോട്ടോ എടുപ്പിച്ചാണ് ഞങ്ങളെയൊക്കെ കൊണ്ട്. അപ്പോൾ ഞങ്ങളുടെ ഈ വിഷു എല്ലാവർക്കും നല്ല സന്തോഷമുള്ളതായിരിക്കട്ടെ എന്ന് ഞാൻ നേരുന്നു. ഞങ്ങൾക്കും ഒത്തിരി സന്തോഷമുള്ളതാണ്. പിന്നെ അടുത്തതായി നമ്മൾ പാചകത്തിലേക്ക് കിടന്നു. എന്തൊക്കെ ഉണ്ടാക്കണം എന്നായിരുന്നു അമ്മ ആദ്യം ചോദിച്ചത്. ഞാൻ ഒത്തിരി കറികളുടെയൊക്കെ പേര് പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു അത്രയൊക്കെ വേണോ ഗൈസ് എന്ന് ചോദിച്ചു. അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ കുറച്ച് കറികൾ ആലോചിച്ച്, അവിയൽ, അച്ചിങ്ങ, മെഴുക്ക് വരട്ടി, സ്റ്റൂ വച്ചു. അങ്ങനെ കുറേ സാധനങ്ങൾ നമ്മൾ ഉണ്ടാക്കി. പിന്നെ മത്തങ്ങ എലിശ്ശേരി, അങ്ങനെ കുറേ ഐറ്റംസ് നമ്മൾ പർച്ചേസ് ചെയ്തു കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് പിന്നെ എല്ലാം നമുക്ക് ഇതിൽ കാണിക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ കുറച്ചൊക്കെ പ്രിപ്പറേഷൻ മാത്രമേ കാണിക്കുന്നുള്ളൂ കേട്ടോ ഗൈസ്. പിന്നെ നമ്മൾ അതിനുള്ള തേങ്ങയൊക്കെ വറുക്കുകയൊക്കെയാണ് ചെയ്യുന്നത്. എലിശ്ശേരിക്കുള്ള തേങ്ങ വറുക്കലാട്ടോ ഗൈസ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മത്തങ്ങ അരിഞ്ഞു വെച്ചേക്കുന്നു, തേങ്ങ അരച്ചിരിക്കുന്നു. പിന്നെ അവിയലിൻ്റെ കൂട്ടി ചേർത്തു. അതിൻ്റെ ഇടയിൽ ഞാൻ കുട്ടി ഒരു ഫോട്ടോ എടുത്തു. അങ്ങനെ വൈകുന്നേരമായി. തലേദിവസം കുട്ടികൾ ഇതുപോലെ ഒത്തിരി കമ്പിത്തിരി അങ്ങനെയൊക്കെ കത്തിച്ചു കേട്ടോ.
മാളൂനും കുഞ്ഞുനും ഒത്തിരി സന്തോഷമായി. അവരുടെ കൂട്ടുകാരി വന്നിട്ട് പോയായിരുന്നു. അപ്പോൾ എന്താ ചെയ്യുക, അവളുടെ കൂട്ടുകാരി നിന്നില്ല. കൂട്ടുകാരി എന്ന് ഉദ്ദേശിക്കുന്നത് വേറെ ആരുമല്ല, ചേട്ടൻ്റെ പെങ്ങളുടെ കുട്ടിയാണ്. അവളുടെ പേര് സംഗീത മനോജ് എന്നാണ് അപ്പം നാത്തൂൻ്റെ പേര് സംഗീത എന്നാണ്. കുട്ടിയുടെ പേര് ചൈത്ര. അവളാണ് ഒത്തിരി കൂട്ടുകാരിയാന്ന് പറഞ്ഞു കേട്ടോ. ചൈത്രയ്ക്ക് ഇവരുമായിട്ട് കളിക്കണതും ഒക്കെ ഒത്തിരി ഇഷ്ടമാണ്. അപ്പോൾ അവളങ്ങനെ വന്ന് ഞങ്ങളത് ഈ പൂത്തിരിയൊക്കെ കത്തിക്കുന്ന രംഗമാണ് ഗൈസ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് ഞങ്ങളൊരു പുതിയ ഐറ്റം മേടിച്ചാണ്. അപ്പോൾ ഞാൻ നല്ല ധൈര്യത്തിൽ കത്തിച്ചുകൊണ്ടിരുന്ന മാളും എന്നെ പേടിപ്പിച്ചുകൊണ്ട് ഞാൻ ഓടിയതാട്ടോ ഗൈസ്. ഇതിൻ്റെ പേരെന്താണെന്ന് ആർക്കെങ്കിലും അറിയുമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യൂ. ഞാൻ എന്തോ അവിടെ കണ്ടുവരണം വാങ്ങിച്ചാൽ. അപ്പോൾ ചേട്ടൻ പറഞ്ഞു വേണ്ട, അറിയാത്ത സാധനങ്ങളൊന്നും മേടിക്കണ്ട എന്ന് പറഞ്ഞതാണ്. പക്ഷെ എന്നാലും എനിക്ക് നല്ല ധൈര്യം ഉണ്ടായിരുന്നു, ഞാൻ കത്തിച്ചിട്ട് ഓടിയിട്ടോ. അങ്ങനെ അമ്മയ്ക്ക് കമ്പിത്തിരി കത്തിക്കാൻ ഒത്തിരി ഇഷ്ടമാണ്. അപ്പോൾ 2 കമ്പിത്തിരി അമ്മയുടെ കയ്യിലും കൊടുത്തു. കുട്ടികൾ കണ്ടില്ലേ, ഭയങ്കര ഡാൻസാണ് ഇത് കത്തിച്ച് വെച്ചിട്ട്. അവരെന്താ പറയുക, അവർക്ക് ഇതൊക്കെ ഒരു ഭയങ്കര ഇഷ്ടമുള്ള കാര്യം കേട്ടോ. അങ്ങനെ ഞങ്ങൾ അടിപൊളിയായിട്ട് പടക്കമൊക്കെ കത്തിച്ച് ആ നൈറ്റ് അങ്ങനെ കഴിഞ്ഞു. ചക്രം നല്ല അടിപൊളിയായിട്ടല്ലേ കറങ്ങുന്നതെന്ന് നോക്കൂ ഗൈസ്, നല്ല ഭംഗിയില്ലേ. അങ്ങനെ ഒത്തിരി സാധനങ്ങളൊക്കെ കത്തിച്ച് കഴിഞ്ഞു. അതിന് ശേഷം നമ്മൾ ഈവനിങ് ഒക്കെ ആയി കഴിഞ്ഞപ്പോൾ നമ്മൾ ചിറ്റയുടെ വീട്ടിൽ പോയി. ചിറ്റയ്ക്കാണെങ്കിൽ പായസം കുറച്ച് കറികളൊക്കെ കൊണ്ട് കൊടുക്കാൻ വേണ്ടിയാണ് ചിറ്റയുടെ വീട്ടിലേക്ക് പോയത്. അപ്പോൾ പോകുന്ന വഴിയിലെ യാത്രകളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വണ്ടി ഓടിക്കുന്നത് ഞാനാണ്, മാള് പുറകിലിരുന്ന് ഷൂട്ട് ചെയ്യുന്നതാണ് ഗൈസ്. അപ്പോൾ വീട് എത്താറായി, കടയിരിപ്പിലാണ് വീട്. അപ്പോൾ അങ്ങനെ വീടെത്താറായി. അവർ നമ്മളെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയെന്ന് തോന്നുന്നു. അങ്ങനെ വീടെത്തി ഗൈസ്. അങ്ങനെ നിങ്ങൾക്ക് ഞങ്ങളുടെ ഈ കൊച്ചു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും സബും ചെയ്യണേ മറക്കാതെ. അപ്പോൾ ശരി, ബൈ, താങ്ക് യു ഗൈസ്.